നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ആർക്കൈവ് എന്നൊരു ഫീച്ചറിനെ കുറിച്ച് നമ്മൾ വളരെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ ആ ഒരു ഫീച്ചർ വന്ന ഉടനെ തന്നെ നമ്മൾ ആദ്യത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആർക്കൈവ് എന്ന ആ ഒരു ഫീച്ചർ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു ചതി അതിനകത്ത് കിടപ്പുണ്ട്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. ആർക്കൈവ് വാട്സപ്പിൻ്റെ ആർക്കൈവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് കാണുക എന്നാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. ഞാനിവിടെ ആദ്യം തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ചാറ്റ് ഇതുപോലെ ആർക്കൈവിലേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ചാറ്റ്, ഇപ്പോൾ ഞാൻ ഈ ഒരു ചാറ്റ് ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ചാറ്റ് ഞാൻ ആർക്കൈവിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ഇവിടെ മുകളിൽ കാണാം ആർക്കൈവ് എന്നുള്ളൊരു ഐക്കൺ. ഏറ്റവും മുകളിലോട്ട് നോക്കുക, ആർക്കൈവ് എന്നുള്ള ഈ ഐക്കൺ. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റ് ഇവിടെ നിന്ന് ആർക്കൈവ് എന്നുള്ള ബോക്സിലേക്ക് പോയി. ഇവിടെ മുകളിൽ കാണാം ആർക്കൈവ് എന്നുള്ള ബോക്സ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആ ചാറ്റ് നമ്മൾ ആർക്കൈവിലൊക്കെ വാട്സപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ആർക്കൈവിലിട്ട് കൊടുക്കും. എന്നാൽ ആരും അത് ഓപ്പൺ ചെയ്ത് നോക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമുക്കത് കൊടുക്കുന്നത്. എന്നാൽ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആർക്കൈവ് എന്നുള്ള ഭാഗത്ത് ആർക്കൈവിലുള്ള ആ വ്യക്തി നമുക്ക് മെസ്സേജ് അയച്ചാൽ ആർക്കൈവിലുള്ള ആ വ്യക്തി നേരെ നമ്മുടെ പുറത്തേക്ക് വരും. അതായത് ഈ മൊബൈൽ ഫോൺ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ആർക്കൈവിൽ ഇങ്ങനൊരു വ്യക്തി ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. നമുക്ക് ആ ഒരു വ്യക്തിയെ നമ്മൾ ആർക്കൈവിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അയാൾക്ക് അറിയാൻ സാധിക്കും. എന്നാൽ അങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആർക്കൈവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ഫോണിലോട്ട്, നമ്മുടെ വാട്സപ്പിൻ്റെ സ്ക്രീനിലോട്ട് വരും. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ആർക്കൈവിലേക്ക് ആക്കിയതിന് ശേഷം ആർക്കൈവിനകത്ത് തന്നെ ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണും. ഈ സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കണം. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആർക്കൈവ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. മുകളിൽ തന്നെ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കീപ് ചാറ്റ്സ് ആർക്കൈവ്ഡ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ആർക്കൈവ്ഡ് ചാറ്റ്സ് വിൽ റിമെയിൻ ആർക്കൈവ്ഡ് വെൻ യു റിസീവ് ന്യൂ മെസ്സേജ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ ആർക്കൈവിലേക്ക് മാറ്റിയ വ്യക്തി ഒരു മെസ്സേജ് അയച്ചാൽ അറിയാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ അയാളുടെ മെസ്സേജ് വന്നാലും ആർക്കൈവിനകത്തായിരിക്കും കാണാൻ സാധിക്കുക. അയാൾ നമ്മുടെ സ്ക്രീനിൻ്റെ ഈ പുറത്ത് ഭാഗത്തേക്ക് വരില്ല, ആർക്കൈവിൽ തന്നെ കാണിക്കും. ഇവിടെ അവസാനത്തിൽ ഒരു 1 എന്ന് കാണാൻ സാധിക്കും. പുതിയ ചാറ്റ് മെസ്സേജ് വന്നാൽ ഇവിടെ എണ്ണം കാണിക്കും എന്നല്ലാതെ അയാൾ പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സെറ്റിങ്സാണ്. നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.